കണ്ണേറ് ബാധിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചോട്ടോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഖബറിലാവും. ഇത് ഞാനല്ല പഠിപ്പിക്കുന്നത്, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മാത്രമല്ലാന്നേ, നമ്മുടെ മക്കൾക്ക് കണ്ണേറിലൂടെ അനുസരണയില്ലാത്തവരായി പോവും. അതുപോലെ നമ്മുടെ വീടിന് കണ്ണേറ് ബാധിക്കും. പിന്നെ സ്വസ്ഥത ഉണ്ടാവുക വീട്ടിൽ. അങ്ങനെ നമ്മൾ അറിയേണ്ട രഹസ്യങ്ങൾ നിറഞ്ഞ ചില ഇൽമുകളുണ്ട്. കണ്ണേറ് അത് ക്ലിയറായി മനസ്സിലാക്കി ബാത്തിലാക്കിയില്ലെങ്കിൽ ഉറപ്പാണ് അത് നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഇത് മുത്തുനബിയുടെ വാക്കാണ്. മനസ്സിലാക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും സങ്കടം പറഞ്ഞു, ഉസ്താദേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണ്. അതിൻ്റെ കാരണം നിങ്ങൾ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ പഴയ ചാനലാണ് പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കഴിയുന്നത് കാണുന്ന എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്ന് ഇട്ടേക്കാം. വേറെ ഒന്നിനുമല്ല, എല്ലാ സ്വഭാവത്തിലും നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും വേണം. അത് മറ്റുള്ളവരിലേക്ക് കൂടെ ഇൽമു എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഉസ്താദിന് കൂടുതലായി അതുകൊണ്ടൊന്നും കിട്ടാനില്ല എന്നുകൂടെ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, കണ്ണേറ് ഇല്ലേ, വല്ലാത്തൊരു സാധനമാണത്. ഭയങ്കര ഡേഞ്ചറസ് സാധനം. നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കിക്കോ, അപ്പം നിങ്ങൾക്ക് കാര്യം അറിയാം. അതിൻ്റെ മരുന്നും കയ്യിൽ വെച്ചിട്ട് അതിനെ തുരത്തി ഓടിക്കാം, അല്ലെങ്കിൽ ജീവിതം അവതാളത്തിലാവും കേട്ടോ. കണ്ണേറ് എന്ന വിഷയത്തിൽ 2 വിഭാഗം ആളുകളുള്ളത്. ഒരു വിഭാഗം പറയുന്നത് കണ്ണേറെന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല, അതൊക്കെ വെറുതെയാണെന്ന്. മറ്റൊരു വിഭാഗം പറയുന്നത് കണ്ണേറ് എല്ലാം കണ്ണേറാണ് അല്ലേ. വയറുവേന എടുത്താലും കണ്ണേറാണ്, ബാത്റൂം പോയാൽ മതി, അത് ചെയ്യൂല, കണ്ണേറാണ്. അത് രണ്ടുമല്ല, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഐനു ഹഖുൻ, തീർച്ചയായും കണ്ണേറ് സത്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഈ കണ്ണേറ് ബാധിക്കുന്നത്? അതായത് അസൂയ കൊണ്ട്, ചിലപ്പോൾ ദുഷിച്ച നോട്ടം കൊണ്ട്, അങ്ങനെ പല രീതിയിലൊക്കെ സംസാരം കൊണ്ടും ഒക്കെ കണ്ണേറ് ബാധിക്കാം. ഈ ചിലപ്പോൾ നോട്ടം കൊണ്ടൊക്കെ സ്വാലിഹീങ്ങളിൽ നിന്ന് പോലും കണ്ണേറുണ്ടാവുന്നതാണ്. അതായത് മോശ ആളുകളിൽ നിന്ന് മാത്രമല്ല കണ്ണേറുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായോ? വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പോലും നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണേറുണ്ടാവും. എത്ര ഗൗരവമുള്ള സാധനമാണത് ഇല്ലേ? അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് പോലും കണ്ണേറ് സംഭവിക്കാം. അപ്പോൾ കണ്ണേറിൻ്റെ ഒരു ഡേഞ്ചർ സാധനം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ദുഷിച്ച ആളുകളിൽ നിന്ന് എന്തായാലും ഉണ്ടാവൂലേ ഇല്ലേ? അതായത് നിങ്ങൾക്കൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്വന്തം കണ്ണേറ് നമുക്ക് കേൾക്കും. പൂർവികരായ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യൻ ഖുതുബ ഓതുന്നതിനിടയിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടല്ലേ, സ്വന്തം കണ്ണീർ ബാധിച്ചിട്ട് തല കറങ്ങി മിമ്പറിൽ നിന്ന് വീണ സംഭവം, അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ കണ്ണീർ നമുക്ക് കേൾക്കും. പടച്ചോനതെങ്ങനെ? നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ണാടിയിലൊക്കെ വന്ന് നോക്കി, എന്ത് ലുക്കാണ് എന്നെ കാണാൻ, സെറ്റാണ് ഞാൻ, മുഖമൊക്കെ എന്ത് രസമാണ് എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് കണ്ണേറ് വരുത്തും, നമ്മളെ അത് ഖബറിലേക്ക് എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടാൻ, ഇപ്പം പല ആളുകളും ബാത്റൂമിലിരുന്ന് പാടുന്നവരുണ്ട്. കേൾക്കാനായിട്ട് ശൈത്താൻ അല്ലാണ്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ബാത്റൂമിലിരുന്നൊന്നും പാടരുത്. ഒറ്റയ്ക്കിരുന്നാണെങ്കിലും ചിലപ്പോൾ ആളുകളിങ്ങനെ ഒന്ന് പാട്ടൊക്കെ നോക്കിയിട്ട് പാടിയൊക്കെ നോക്കിയിട്ട്, അടിപൊളി, എന്ത് അടിപൊളി പാട്ടാണ് എൻ്റെത്, എന്ത് സൗണ്ടാണ് എൻ്റെത്, തീർന്ന് കഥ കഴിഞ്ഞ്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ സെറ്റാണ്. മരുന്നില്ലാതെ നമ്മൾ ഈ സാധനമൊക്കെ പറഞ്ഞാൽ നമ്മളെ ഖബറിലേക്ക് എത്തിക്കും ഇല്ലേ? എന്താണ് കണ്ണേറിൻ്റെ കാരണം, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ അത് ബാത്തിലാക്കും, എന്തിലൊക്കെ കണ്ണേറ് വരും, ഇതറിഞ്ഞില്ലെങ്കിൽ ജീവിതം നരകതുല്യാണെന്നേ. ആകെ നരകിച്ച് അടങ്ങാറായി പോകും നമ്മൾ. അപ്പോൾ നമുക്കത് പഠിക്കണ്ടേ? ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗൗരവമുള്ളൊരു ഹദീസുണ്ട്. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേറ് ബാധിച്ചിട്ടാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കണത് കണ്ണേറ് ബാധിച്ചിട്ടാണ്. ആ ഹദീസിൻ്റെ ഗൗരവം എത്രയാണ്? അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ അള്ളാഹുവിന് ഇതിൽ റോളൊന്നുമില്ലേ? പൊന്നുമക്കളെ, അള്ളാഹു ആണ് ഇതൊക്കെ സംവിധാനിച്ചേക്കുന്നത്. അതല്ലേ എൻ്റെ രസം. സിഹറാകട്ടെ കണ്ണേറാകട്ടെ ഇതൊക്കെ ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹിനെ ഉദ്ദേശിക്കണം. അള്ളാഹ് ഇത് ഫലിക്കാനും, ഫലിച്ചാൽ മാറാനും, ഫലിക്കാതിരിക്കാനും, അത് തടയാനും ഒക്കെ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊന്നും ചെയ്യാതെ വെറുതെ പോയിരുന്നിട്ട് കണ്ണേറ് വന്നു കഴിയുമ്പോഴത്തേക്കും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ പടച്ചോൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇല്ലേ? ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു പോയുന്ന ആളുകളെ, വീഴുന്ന ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും ഞാൻ ചില സംഗതികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് രോഗിയായി, ഒരു കാരണമില്ലാതെ പെട്ടെന്ന് രോഗം വരാം.
ഇല്ല, അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരു കാരണമില്ല പെട്ടെന്ന് രോഗിയാവുക, നിരന്തരം രോഗം, വേറൊരു പരിപാടിയില്ല, അങ്ങനെ രോഗിയാവുക. അതുപോലെ പെട്ടെന്ന് അപകടത്തിൽപ്പെടാം, ഒരു കാരണമില്ലാതെ ആക്സിഡൻറ്റ്. ചിലർ പറയും ഓഹ് എന്താ പറ്റിയെന്നറിയാൻ പാടില്ല, ഞാൻ പക്ക ക്ലിയർ ആയിട്ടാണ് ഓടിച്ചത്, പക്ഷെ എങ്ങനെ പോയി ഇടിച്ചു എന്ന് ഒരു പിടുത്തമില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണ, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല, ഫാറ്റി ലിവറും ഇല്ല, ഒക്കെ പക്കയാണ്, വെറുതെ അങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞു വീഴുക. ഇപ്പോൾ സഹിൽ റളിയല്ലാഹു, സഹിൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. മൂപ്പരിങ്ങനെ സ്വഹാബിയാണ്, ചിന്തിക്കണം കേട്ടോ. നല്ല ഒരു വെള്ളത്തിൻ്റെ ഒരു കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുളിക്കാൻ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചപ്പോൾ നല്ല മനോഹരമായ ബോഡിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഒരു സ്വഹാബി അത് കണ്ടുവന്നപ്പോൾ പറഞ്ഞു, അടിപൊളി ബോഡിയാണല്ലോ. ശ്രദ്ധിക്കണം, പറഞ്ഞതാരാണ്? അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ്. പറഞ്ഞു തീരേണ്ട താമസം സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു ബോധം കെട്ട് വീണു. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാലിഹീങ്ങളിൽ നിന്ന് പോലും കണ്ണേറ് നാവേറൊക്കെ നമുക്ക് ഫലിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതായത് സ്വന്തം ഉമ്മയും ബാപ്പയാണെങ്കിൽ പോലും കണ്ണേറ് ഫലിക്കും പിള്ളേരിക്കും. അപ്പം നിങ്ങൾ സൂക്ഷിച്ചൊക്കെ പറയണം മക്കളോട് കേട്ടോ. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരും കൂടി സ്വഹാബീനെ എടുത്തുകൊണ്ട് ഓടി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൂട്ടുകാരനെ കൊല്ലുന്നത് മക്കളെ? നബി തങ്ങൾ ചോദിക്കാൻ. അതായത് കണ്ണേറ് എന്ന് പറഞ്ഞ സാധനം ഡേഞ്ചറാണ്, അത് ആ ഒരു പറച്ചിലുകൊണ്ട് കണ്ണേറ് സംഭവിക്കാൻ. അപ്പോൾ റസൂൽ ചോദിച്ചെന്താ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൂട്ടുകാരനെ കൊല്ലുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മരണത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ സാധനം. കണ്ണേറ് ബാധിച്ചാൽ അപ്പം തന്നെ മരിക്കുന്നവരുണ്ട്, രോഗിയായി കിടന്ന് മരിക്കുന്നവരുണ്ട്, ഇനി കിടന്നില്ലെങ്കിൽ ഇടക്കിടക്ക് രോഗം ഇങ്ങനെ സംഭവിക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഇതിപ്പോൾ എന്തിനെയെല്ലാം കണ്ണേറ് ബാധിക്കും? ഒന്നാമത് നമ്മൾ പറഞ്ഞു സ്വന്തം ശരീരത്തെ ബാധിക്കും. ഇപ്പോൾ സ്വന്തത്തിന് ഇങ്ങനെ ഒരുപാട് ഒറ്റക്ക് നോക്കിയിരുന്ന് പൊക്കാൻ നിൽക്കണ്ട, പണി കിട്ടും. മക്കളെ കണ്ണേറ് ബാധിക്കും. മക്കളെ കണ്ണേറ് ബാധിച്ചാൽ അവരുടെ സ്വഭാവത്തെ കണ്ണേറ് ബാധിക്കും. അതായത് അനുസരണ ഇല്ലാണ്ടാവും, പെട്ടെന്ന് അനുസരണക്കേട്, ധിക്കാരം, ചീത്ത പറയുക. അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ്, ഫോൺ കൊടുക്കലൊക്കെ ഒരു കാരണമാണ്. ഇനി അതൊന്നും അല്ലാതെ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ ആകുന്നതിൻ്റെ പിന്നിൽ കണ്ണേറൊരു കാരണമാണ്. അതുപോലെ കുടുംബ ബന്ധത്തിൽ അടിപിടിയാവാണ്. അത് നല്ല കുടുംബം എന്താണെങ്കിലാണ് നമ്മൾ കണ്ണേറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിക്കാഹിന് മുമ്പ് തന്നെ എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ ആണും പെണ്ണും കൂടെ ഒരുമിച്ച് ഇന്ന് സ്റ്റേജിൽ കാണിക്കുന്ന എന്താ, ഉമ്മ കൊടുക്കൽ, മറ്റത് മറിച്ചത്. ഇപ്പോൾ ഈ അടുത്തൊരു പെണ്ണ് സ്വർണം ധരിച്ചില്ല, അതുകൊണ്ട് വലിയ ആളുകളിങ്ങനെ ഹൈപ്പ് ചെയ്യാണ്. സ്വർണം ഉള്ളവർ ധരിക്കട്ടെ, ഇല്ലാത്തവർ ധരിക്കണ്ട, അങ്ങനെ ഒരു ചടങ്ങൊന്നും ഇസ്ലാമിലില്ല. സ്വർണം ധരിക്കലോ സ്വർണം ധരിക്കാതിരിക്കലോ അതൊന്നും ഇസ്ലാമിൽ വിഷയമല്ല. സ്വർണം ധരിച്ചത് കൊണ്ടോ ധരിക്കാത്തത് കൊണ്ടോ ഇസ്ലാമിനൊന്നും സംഭവിക്കാനില്ല, കല്യാണത്തിനൊന്നും സംഭവിക്കാനില്ല. കയ്യിൽ നിങ്ങൾ വിറ്റും പിറക്കിയൊന്നും മക്കളെ കെട്ടിച്ച് ഈ സ്വർണം ഇങ്ങനെ ശരീരത്തിൽ വാരി പൂശിയിട്ട് മക്കളെ പറഞ്ഞേക്കേണ്ട കാര്യവും ഇസ്ലാമിനില്ല. അങ്ങനെ ആൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. അതായത് നിങ്ങളുടെ മോൾക്ക് ഇത്ര പൈസ തരണം എന്ന് പറയണവൻ ആണല്ല, അവനെ കെട്ടിച്ചു കൊടുക്കരുത്. മനസ്സിലായോ? പിന്നെ ചില ആൾക്കാരുണ്ട്, ഒന്നും വേണ്ട പിള്ളേനെ ഇങ്ങോട്ട് തന്നാൽ മതി, എന്നിട്ടോ കല്യാണം കഴിഞ്ഞ് 6 മാസം ആകുമ്പോഴത്തേക്കും മോന്ത ഇങ്ങനെ കറുത്തിരിക്കും. ഒരു നുള്ളു സ്വർണ്ണം ഇല്ലാണ്ട് കയറി വന്നേക്കാണ് അവള്. പറ്റ് വേവൻ അകടെ വാപ്പ കൊടുത്തു വിട്ടേക്കാണ്. കല്യാണത്തിന് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നും വേണ്ട പിള്ളേനെ ഇങ്ങോട്ട് തന്നാൽ മതി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴാണ് ഫാത്തിമ ബിയെ വിവാഹം കഴിച്ചു കൊടുത്ത്? അവർക്കൊരു 3ാമത്തെ സർക്കിൾ ഉണ്ടായപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ആണിന് ശരിക്കും വേറെ വീട് വേണം. അപ്പോൾ ഉമ്മാനെ പാപ്പാനെ നോക്കണ്ട ഉസ്താദേ, നോക്കണം. ഉമ്മാനെ പാപ്പാനെയൊക്കെ നോക്കണം. അവർക്ക് പ്രായമെത്തി, അവർക്ക് പ്രയാസാകുന്ന സമയത്ത് പോരെ മറ്റൊരാളുടെ താങ്ങ് അല്ലേ? അല്ല ആരെങ്കിലുമൊക്കെ മരിച്ചു പോയതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല വാപ്പായുമായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ കട്ടുറുമ്പാവുകയല്ല വേണ്ടത്. മനസ്സിലായോ? 3ാമതൊരു വീടുണ്ടായി, ഒരു വാടക വീടാണെങ്കിലും അങ്ങോട്ട് താമസം മാറി നിന്നാലെന്താ ഗുണം എന്നറിയോ? ഈ അമ്മായിയമ്മ മരുമോള് പ്രശ്നം ഉണ്ടാവില്ല, പരസ്പരം അകലൂല, പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നേ, ഭയങ്കര അടിപൊളിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ പല ഉമ്മമാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ഈ കേരളീയ കാഴ്ചയിൽ അങ്ങനെ ഇന്ന് കണ്ടുപോയത് കൊണ്ടാണ്. പക്ഷേ ഫാത്തിമ ബീവിയും അലിയാരും അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, വിശദീകരിച്ച് പറയേണ്ടതാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ എന്നോട് കുറേ വല്യമ്മമാർക്ക് ദേഷ്യമാണ്. ഉസ്താദ് മരുമോക്കടെ കൂടെയാണ്. ഉസ്താദ് രണ്ടുപേരുടെയും കൂടെയാണ്, ഒരാളുടെ മാത്രമല്ല. മനസ്സിലായോ? അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു കാരണം കല്യാണം കൊളാക്കണതാണ്. കല്യാണത്തിൻ്റെ പേരിൽ എന്തെല്ലാം തോന്നിയാസാ. കുറേ ഉമ്മമാരുണ്ട്, എൻ്റെ പിള്ളേരുടെ കല്യാണത്തിന് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, എന്താ സ്റ്റേജുമ്മ കണ്ടത്, സുബ്ഹാനല്ലാഹ്, പിന്നെ സുബ്ഹാനല്ലാഹ്. ഇതിലും നല്ല ഡാൻസ് ആയിരിക്കും മുങ്കർ നിക്കറും കബറിൽ കാണിക്കാൻ പോണത്. അപ്പോഴും ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്നങ്ങനെ പറഞ്ഞാൽ മതി കേട്ടാ. അല്ലാഹ് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇതൊന്നുമില്ല, ഹലാലായ രീതിക്ക് നല്ല രീതിക്ക് കല്യാണം കഴിച്ചു, പക്ഷെ പിന്നീട് കുടുംബ പ്രശ്നങ്ങൾ ഒരു കാരണമില്ലാതെ വരുന്നുണ്ടോ? അത് കണ്ണേറാണ്, വലിയ പ്രശ്നം തന്നെയാണത്. അതുപോലെ വീടിന് കണ്ണേറ് ബാധിക്കും. വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. ബിസിനസ് സ്ഥാപനങ്ങളിൽ കണ്ണേറ് ബാധിക്കും, അതൊക്കെ വലിയ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ കണ്ണേറ് ബാധിക്കും.
അതുപോലെ പെർഫോമൻസ്, നമ്മൾ പാടുന്നവരാണ്, നന്നായി സംസാരിക്കുന്നത്, ഇതൊക്കെ പെട്ടെന്ന് തളർന്നു പോവുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണീർ ബാധിക്കും, അതൊക്കെ സ്വാഭാവികമാണ്, അതുണ്ടാവും. അതിനെ മാറ്റാനുള്ള മരുന്ന് നമുക്കറിയണം, അല്ലെങ്കിൽ പെട്ടുപോലെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ സൗന്ദര്യം, വസ്ത്രം, സൗന്ദര്യത്തിനൊക്കെ കണ്ണീർ ബാധിക്കും. പെട്ടെന്ന് ഒരു കാരണമില്ലാതെ മുഖത്തിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിമ്പിൾസ് വരിക, പാടുകൾ വരിക, പാണ്ടുകൾ വരിക, വേറെ ഒരു കാരണം ഉണ്ടായിട്ടില്ല, ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കുറയണില്ല, മരുന്ന് വെച്ചിട്ടൊക്കെ വെറുതെ ഒരു മാറ്റമില്ല. വസ്ത്രം, നല്ല വസ്ത്രത്തിൽ കണ്ണീർ സംഭവിക്കാമെന്ന് ഒരു സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഇനി കിട്ടിയതിൻ്റെ അടയാളം എന്താ? കണ്ണീർ ഇതിനൊക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞു. കണ്ണീർ ഫലിച്ചു എന്ന് നമുക്കിപ്പോൾ എങ്ങനെ അറിയണേ? ഒരു കാരണമില്ലാതെ ഇങ്ങനെ ക്ഷീണം, എപ്പോഴും ഇങ്ങനെ എന്താ വേണ്ടത്, ഇതന്നെ ഒരു കാരണമില്ലാതെ ക്ഷീണം. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ അധികം വെയിൽ കൊള്ളാത്തവരാണ്, എല്ലാവരും അല്ല കേട്ടോ. സ്വയങ്ങൾ അലക്കാൻ പോകുന്നുണ്ട്, തിരുമാൻ പോകുന്നുണ്ട്, അതുപോലെ ചില വെയിൽ നല്ലോണം കൊള്ളണം. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. വൈറ്റമിൻ D3 ടാബ്ലറ്റ് പലരും എടുക്കുന്നുണ്ട്, അത് ഡോക്ടേഴ്സിനോട് കൃത്യമായിട്ട് പറയണം. പല ഡോക്ടേഴ്സിനും അത് അറിയാൻ പാടില്ല. അതായത് ഈ വൈറ്റമിൻ D3 ടാബ്ലറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മഗ്നീഷ്യം അളവിങ്ങനെ കുറയും. മഗ്നീഷ്യം അളവ് കുറയണമെങ്കിൽ അത് ക്ലിയർ ആക്കാൻ മഗ്നീഷ്യത്തിൻ്റെ ടാബ്ലറ്റ് കൂടെ കഴിക്കണം. അപ്പോൾ വൈറ്റമിൻ D3 ടാബ്ലറ്റ് എടുക്കുന്ന ആളുകൾ ഡോക്ടേഴ്സിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അവർ വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതുമ്പോൾ തന്നെ D3 ആണ് കേട്ടോ ടാബ്ലറ്റ് എഴുതുമ്പോൾ തന്നെ പറയണം മഗ്നീഷ്യത്തിൻ്റെ ടാബ്ലറ്റും കൂടെ ഒന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഡോക്ടറെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ചെയ്ത് നോക്കുമ്പോൾ കാണാം വൈറ്റമിൻ D3 കഴിക്കുമ്പോൾ നമുക്ക് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പോൾ മഗ്നീഷ്യം ക്ലിയർ ആകണമെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ടാബ്ലറ്റ് വേറെ കഴിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ സംഗതി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇനി അതൊന്നും അല്ലാതെ വെറുതെ ഇങ്ങനെ ക്ഷീണം, അത് കണ്ണേറിന് സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ മൂഡ് ഓഫ്, ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ ഈ മെൻസസിൻ്റെ ഭാഗമായിട്ട് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഞാൻ പറയാറില്ലേ, ചിലപ്പോൾ മെൻസസ് ആകണതിന് 10 ദിവസം മുമ്പേ തുടങ്ങും ചില ആളുകൾക്ക് ബുദ്ധിമുട്ട്. അത് ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. അത് ഡോക്ടേഴ്സിനെ പോയി കാണണം, വെറുതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അതുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ വെറുതെ വഴക്കുണ്ടാവുന്നേ. ഇനി അതൊന്നും അല്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ ഇരിക്കുക, മൂഡ് ഓഫ്, മടി, ഇങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നണില്ല, കണ്ണേറിൻ്റെ ലക്ഷണത്തിൽ പെട്ടതാണ്. കണ്ണേറാണെന്നല്ല, ലക്ഷണത്തിൽ പെട്ടതാണ്. അതുപോലെ വെറുതെ ഇങ്ങനെ കൂട്ടുവായിടാ, ഒരു നിയന്ത്രണമില്ല, വെറുതെ കൂട്ടുവായി, ഒരു കാരണമില്ലാതെ നല്ല ഉറക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്, നാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കണ്ണേറിൻ്റെ ലക്ഷണത്തിൽ പെട്ടതാണ്. അതുപോലെ ജോലിക്ക് പോകാൻ തോന്നണില്ല, ഒരു കാരണമില്ലാതെ, എന്തിനിപ്പോൾ ജോലിക്ക് പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നണില്ല. അതുപോലെ വീട്ടിൽ അസ്വസ്ഥത, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. വീട്ടിലിപ്പോൾ ഒരാൾ നിസ്കരിക്കാത്ത ആളുണ്ടായാൽ മതി, ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല, മലക്കുകൾ പ്രാവല്ലേ, പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവണത്? അതുപോലെ ഖുർആനോത്തില്ലാത്ത വീട്, ഇതൊന്നുമല്ല, എല്ലാം സെറ്റാണ്. പക്ഷേ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയാണ്, കണ്ണേറാൻ സാധ്യതയുണ്ട്. അതുപോലെ വരുമാനം പെട്ടെന്ന് ഇങ്ങോട്ട് കുറയാം, ഒരു കാരണമില്ലാതെ പെട്ടെന്ന് വരുമാനം കുറയാം, അത് കണ്ണേറിൻ്റെ ഒരു കാരണത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വാഹനം എപ്പോഴും പണിയാണ്, എടുത്തിട്ട് ഇങ്ങനെ പണിയാ, വേറൊരു പരിപാടിയില്ല. ഒന്ന് സമാധാനത്തോടെ വണ്ടിയും കൊണ്ട് എവിടെയും പോകാൻ പറ്റണില്ല, 24 മണിക്കൂറും പണിയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇങ്ങനെ ഉടക്കുണ്ടാവുക, അകൽച്ച, വെറുതെ, അതായത് നിസ്സാര കാര്യം ഒന്നുമില്ല, എന്നാൽ വെറുതെ ഇങ്ങനെ ഉടക്ക് തന്നെ ഇരിക്കുക, പിണക്കം, ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണില്ല, നല്ലൊരു ദാമ്പത്യ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല, വെറുതെ ഉടക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പഠനത്തിൽ താല്പര്യമില്ല, അത് പണ്ടേ ഇല്ല, അങ്ങനെയല്ല. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കായിരുന്നു, +1 മുതൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഒരു കാരണം 10 കഴിയുമ്പോൾ ഫോൺ മേടിച്ച് കൊടുക്കണതാണ്. കുട്ടികളുടെ തലച്ചോറിൽ ഇമോഷണൽ ബ്രെയിൻ്റെ അളവ് കൂടുകയും ഇൻ്റലക്ച്വൽ ബ്രെയിൻ താഴുകയും ചെയ്യും. അപ്പോൾ പഠനത്തിൽ പിന്നാക്കം വരും, വേണ്ടാത്ത വർത്തമാനങ്ങളിലേക്ക് മുമ്പിലും ഉണ്ടാകും. അത് ഫോൺ ഒരു വലിയ കാരണമാണ്. 10 കഴിഞ്ഞിട്ട് ഫോൺ മേടിച്ച് കൊടുത്ത് ഉമ്മമാരും പാപ്പമാരും നല്ല അടിപൊളിയായിട്ട് അനുഭവിക്കാനിരിക്കണതേ ഉള്ളൂ. ഇത് എഴുതി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എടുത്ത് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരും, എൻ്റെ പിള്ളേണ്, വെറുതെയാണ്. കാരണം നിങ്ങളുടെ കയ്യിലൊന്നും നിൽക്കൂല മക്കളെ. ഫോണൊന്നും പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഫോൺ എന്തിനാ? വാപ്പാടെയും ഉമ്മാടെയും ഫോണിൽ ഇത്തിരി അവർ കളിച്ചോട്ടെ, അത് മതിയല്ലോ. സ്വന്തമായിട്ട് ഫോൺ മേടിച്ച് കൊടുത്ത വാപ്പായും ഉമ്മയും വിരൽ കടിക്കും. ഇതൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് തന്നെ കൃത്യമായിട്ട് പറയണം. നമ്മുടെ അനുഭവമാണ് കണ്ടേക്കണത്, ക്ലിയറാണ്. സൈക്കോളജിക്കൽ സ്റ്റഡി ഉണ്ട്. നിങ്ങൾ ഇനി എന്തെന്നെക്കുറിച്ച് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നലെ എഴുതി വെച്ചോ, ഉസ്താദിനെ ഞാൻ വെല്ലുവിളിക്കണം, എൻ്റെ മോന് കുഴപ്പമുണ്ടാവില്ല. ഒരു 3 കൊല്ലം ഈ ഫോൺ തുടർച്ചയായിട്ട് സ്വന്തമായിട്ട് ഫോൺ മേടിച്ച് കൊടുത്ത മോൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തരണം. നിങ്ങൾക്ക് അനുസരണയുള്ള മോനാണോ? നിങ്ങളെ തെറി പറയാത്ത മോനാണോ? നിങ്ങളോട് ദേഷ്യം പിടിക്കാത്ത മോനാണോ? ഫോൺ വലിച്ചെറിയാത്ത മോനാണോ? നിങ്ങളോട് തർക്കുത്തരം പറയണ മോനാണോ? നിങ്ങൾ പറ, നമുക്ക് കാണാമല്ലോ 3 കൊല്ലം കഴിഞ്ഞിട്ട്. ഇങ്ങനെ ഉണ്ടാവില്ല മക്കളെ, ഭയങ്കര ഡേഞ്ചറാണ്. തലച്ചോറിൻ്റെ ഈ പഠന മേഖലയെ ഉയർത്തി നിർത്തുന്ന തലച്ചോറിൻ്റെ ഭാഗത്തെ അത് താഴ്ത്തിയിട്ട് ഇമോഷണൽ ബ്രെയിൻ, വലതുവശത്തുള്ള ഇമോഷണൽ ബ്രെയിനെ ഉയർത്തും. അത് ദേഷ്യവും വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഭയങ്കര കൂടുതലും പഠനത്തിൽ പിന്നാക്കം വരും. എന്നാൽ ഇതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ലാതെ പഠനത്തിൽ പിന്നാക്കം വരികയാണെങ്കിൽ കണ്ണീർ വലിയൊരു കാരണമാണ്. അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് നമ്മൾ ഫുൾ A+ കിട്ടിയപ്പോൾ തന്നെ ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ചു. അവക്കടൊരു പുള്ള എനിക്കും ഉണ്ടായിരുന്നു, മതി, ആ പറിച്ചിട്ട് മതി, തീർന്ന്. ഫ്ലെക്സ് വെക്കണ്ടെന്നൊന്നും അല്ല ഞാനീ പറയണത്. പക്ഷേ
അതിൻ്റെ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാവണം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ശബ്ദം, നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യം, ഇതൊക്കെ അതിനെ ബാധിക്കും ഇല്ലേ? ശബ്ദത്തിൽ ഇടർച്ച വരിക, അത് തണുത്തത് ഇന്നലെ ഐസ്ക്രീം കഴിച്ചിട്ടാണ്, അത് കണ്ണേറല്ല. ഒരു കാരണമില്ലാതെ ഇടർച്ച വരിക. അതുപോലെ കാരണമില്ലാത്ത രോഗങ്ങൾ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാരണമില്ല, വെറുതെ ഇങ്ങനെ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പിന്നെ തുടർച്ചയായിട്ട് ചെവി ഇങ്ങനെ മൂളുക, ഇടയ്ക്കൊന്ന് മൂളണം നല്ലതാണ്. ആ സമയത്ത് അത് ഒരു സ്വലാത്ത് ഇല്ല എന്നൊരു സുന്നത്തുണ്ട്. അല്ലാതെ ഒരു കാരണമില്ലാതെ രോഗങ്ങളൊന്നുമില്ലാതെ ചെവി ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക തുടർച്ചയായിട്ട്, അത് കണ്ണീരിൻ്റെ ലക്ഷണമാണെന്ന് ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കൈകാലും മരവിപ്പ് അല്ലേ, വേറെ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ ചില പൊട്ടാസ്യം കുറവുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും. അതൊന്നുമില്ല, പക്ഷേ അത് കണ്ണീരിൻ്റെ കാരണമാണ്. ഇനി എന്താ പ്രതിവിധി? എന്താ പ്രതിവിധി? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കൊല്ലുകയാണോ എന്നാണ്. അപ്പോൾ നിങ്ങളാരും നിങ്ങളെയോ കൂട്ടുകാരെയോ കൊല്ലാതിരിക്കുക, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്കോ മക്കൾക്കോ കുടുംബത്തിനോ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല. അപ്പം അതിനെന്ത് ചെയ്യണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളൊരു നല്ലത് നിങ്ങളിലോ കുടുംബത്തിലോ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ചെയ്താൽ ബാറക്കല്ലാ എന്ന് പറഞ്ഞോ, അടിപൊളിയാണ്. ബാറക്കല്ല പറഞ്ഞിട്ട് നിങ്ങൾ എന്നും പറഞ്ഞു, ബാറക്കല്ല ഇല്ലാതെ അടിപൊളിയാണല്ല, അടിപൊളി എല്ലാം പൊളിയും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകാൻ ഒരുങ്ങിയിട്ട് ബാറക്കല്ല മാഷാ അല്ലാ ഏതെങ്കിലും ഒന്ന് മാഷാ അല്ലാ ഇത് അടിപൊളിയാണ്, എന്നെ കാണാൻ സെറ്റാണ്, മാഷാ അല്ലാ പറഞ്ഞു. മാഷാ അല്ലാ പറയാണ്ട് വാ അടിപൊളി പൊളിയും, ഉറപ്പാണ്. അത് വേറെ വിഷയമാണ്. രണ്ടാമത്തേത്, ഈ കണ്ണീർ നമുക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട സിമ്പിളായിട്ടൊരു കാര്യം, സുബഹ് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 2 നേരം എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ഫാത്തിഹ ഓതുക, ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ ഫാത്തിഹ. അതുപോലെ തന്നെ ഒരൊറ്റ ആയത്തുൽ കുർസി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതപ്പോൾ മനസ്സിലായി, ഒരു ഫാത്തിഹയും ഒരു ആയത്തുൽ കുർസിയും മഗ്‌രിബിൻ്റെ ശേഷം ഇശാൻ്റെ ശേഷം ഓതുക. അതൊരു വിറുദ് പോലെ ഡെയിലി അതിങ്ങനെ പതിവാക്കുക. അപ്പോൾ നമുക്ക് അതൊരു വിറുദായി കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര പ്രതിഫലമാണ്. പതിവാക്കുന്ന ഇബാദത്താണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അല്ലേ. ഇത് 3 തവണ നിങ്ങൾ ചൊല്ലിക്കോ, ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ച് പഠിപ്പിക്കാൻ. മൂന്നാമത്തേത്, ഡെയിലി 3 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റാണ്. ഒരു പ്രയാസം അന്ന് ഫലിക്കൂല. നമ്മളിത് മുമ്പ് ഒരു 2 കൊല്ലം മുമ്പൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. പലപ്പോഴും നമുക്ക് ആക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അന്ന് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് പോയി ആക്സിഡൻ്റ് ആയതാണ്, അന്ന് രക്ഷിച്ചത് ആ ദിക്റാണ് ഇല്ലേ. അള്ളാഹു അങ്ങനെയാണ് നമുക്കൊരു കാരണമാക്കി തരുന്നത്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം ഇല്ലേ. അള്ളാഹിൻ്റെ നാമം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കാവൽ തേടാൻ അല്ലേ. ആ നാമം കൂടി പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കും. അതൊരു ഉറച്ച ബോധ്യത്തിൽ ചൊല്ലാം. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോട്ടെ. ഇതൊക്കെ ചൊല്ലാൻ നിന്ന് 5 മിനിറ്റ് പോലും വേണ്ട, അത്ര ചെറിയ ദിക്റുകളാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പടച്ചോൻ പടച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് അവൻ്റെ നാമങ്ങൾ കൊണ്ട്, അവൻ്റെ കെലിമത്തുകൾ കൊണ്ട്, അവൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന മനോഹരമായ പ്രാർത്ഥന ഡെയിലി 3 തവണ രാവിലെ തന്നെ ചൊല്ലിക്കൂ. കാവൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കണ്ണേർ ബാധിച്ചു എന്ന് വെക്കാം. കണ്ണേർ ബാധിച്ചു അല്ലെങ്കിൽ കണ്ണേർ വരാതിരിക്കാനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിക്കാൻ പറ്റിയൊരു മന്ത്രമുണ്ട്. പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദത്തിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. അള്ളാഹിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ മന്ത്രിക്കുന്നു. ഇത് നമുക്ക് സ്വയം മന്ത്രിക്കാം, മറ്റുള്ളവർക്കും മന്ത്രിച്ചു കൊടുക്കാം അല്ലേ. നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ ആത്മാവിൻ്റെയും തിന്മയിൽ നിന്നും, അല്ലെങ്കിൽ അസൂയാലുവായ കണ്ണിൻ്റെ തിന്മയിൽ നിന്നും അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ അല്ലേ. അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ, അള്ളാഹിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ മന്ത്രിക്കുന്നു എന്നാണ്. വീണ്ടും അള്ളാഹിൻ്റെ നാമത്തിൽ മന്ത്രിക്കുന്നു എന്നാണ്. അള്ളാഹിൻ്റെ നാമം കൂടെ ഉണ്ടോ എല്ലാ ഉപദ്രവത്തിൽ നിന്ന് കാവലാണ്. അപ്പോൾ ഈ മന്ത്രം എന്തായാലും കാണാതെ പഠിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സംഗതിയാണ്. അതുപോലെ തന്നെ ഈ വീടിന് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ ഒരു അടിപൊളിയ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹഫ് എന്ന് പറയുന്നത്. അസ്ഹാബുൽ കഹഫ് 7 പേരാണ് അല്ലേ, 7 പേരാണ്. ആ 7 പേരുടെയും പേരെന്ത് ചെയ്യുക, ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതുക. നടുക്ക് അസ്ഹാബുൽ കഹഫിൻ്റെ സേവകനായ നായയുടെ പേര് ഖിത്മീർ, സ്വർഗത്തിലെ നായയാണ്, ഖിത്മീർ എന്ന് എഴുതുക. ഇത് വീട്ടിൽ എഴുതിയിട്ടും സൂക്ഷിച്ച് വെച്ചാൽ മതി. ഈ കാണുന്ന പോലെ ഒന്ന് എഴുതിയിട്ട് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതുക, അത് സൂക്ഷിച്ച് വെക്കുക. മനസ്സിലായോ? അങ്ങനെ അത് സൂക്ഷിച്ച് വെച്ചാൽ തന്നെ വീടിന് ഭവിക്കാവുന്ന കണ്ണേറുകൾ, പ്രയാസങ്ങൾ, സമാധാനക്കേട് ഇതിൽ നിന്നൊക്കെ കാവലാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ണേറ്, എങ്ങനെയാണ് കണ്ണേറ്, എപ്പോഴൊക്കെ കണ്ണേറ് വരും, കണ്ണേറ് വന്നാൽ അടയാളം എന്താണ്,
കണ്ണീർ വരാതിരിക്കാനുള്ള സാഹചര്യം എന്താണ് ഇല്ലേ? വന്നാൽ അതുപോലെ തന്നെ വരാതിരിക്കാനും നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നലത്തെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹിൻ്റെ റസൂലിനെ വാലറ്റവനെന്ന് കളിയാക്കിയപ്പോൾ അള്ളാഹ് ഖുർആനിൽ ഇറക്കിയ സൂറത്ത് ഏതാ? സൂറത്തുൽ കൗസർ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ, കണ്ണേറല്ല സിഹർ ബാധിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സിഹറിനെ ബാത്തിലാക്കാൻ അള്ളാഹ് ഇറക്കിയ 2 സൂറത്തുകൾ ഏതൊക്കെയാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിഥില സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചോനെ, റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ട ഒരു ഉസ്താദിനെയും മറ്റു പലരെയും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതിലേക്ക് ഹദിയകൾ ചെയ്തവരുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാഹ്. കണ്ണേറുകൾ, സിഹറുകൾ, പൈശാചികതകൾ, നാവേറുകൾ എല്ലാം നീ ബാത്തിലാക്കണേ അല്ലാഹ്. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും തരണേ അല്ലാഹ്. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, ഒരുപാട് തൊഴിലുകൾ ചെയ്ത് ആകെ ജീവിതം തകർന്നു പോയവരാണ്. ഹൈറായ തൊഴിൽ കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ആവശ്യവുമായി പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കട നോക്കാൻ പോകുന്നു, മറ്റു പല മേഖലയിലേക്ക് ഇറങ്ങുന്നു. എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഹൈറാണെങ്കിൽ മാത്രം നീ അത് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലെങ്കിൽ പടച്ചവനെ വരെ നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, ഇതിൽ കമൻറ്റ് ചെയ്യുന്നവർ, ഇതിനെ ചേർത്ത് പിടിക്കുന്നവർ, ഹദിയ ചെയ്യുന്നവർ, ഈ സ്വബാഹുൽ ഖൈർ കുടുംബമായി എന്നെന്നും മുമ്പിൽ നിൽക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.